ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ചെറിയൊരു സോളോ ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് പോകാൻ പോകുന്നത് വർക്കല ബീച്ചിലേക്കാണ്. ഇപ്പോൾ ഞാനുള്ളത് ചാലക്കുടി ടൗണിലാണ്. ടൗണിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 11:30-12 മണി അടുപ്പിച്ചാകാറായിട്ടുണ്ട്. ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്. ഇവിടെ ആകുമ്പോൾ ബൈക്ക് നല്ല സേഫായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. ഒരു 15-20 രൂപ ഫീസ് കൊടുത്താലും വേണ്ടില്ല, സുരക്ഷിതമായി തന്നെ നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും ഇവിടെ. ഈ ചാലക്കുടി ഭാഗത്ത് വാഹനമോഷണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവിടങ്ങളിൽ റോഡ് സൈഡിൽ ബൈക്ക് പാർക്ക് ചെയ്ത് പോകുന്നത് അത്ര സുരക്ഷിതമല്ല. വർക്കലയ്ക്ക് പോകാനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ എനിക്ക് പോകാനുള്ള ട്രെയിൻ എത്തിച്ചേർന്നതാണ്. അപ്പോൾ പോകാനുള്ള ട്രെയിൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ ട്രെയിനിൽ കയറി. ട്രെയിൻ ഇപ്പോൾ ചാലക്കുടിയിൽ നിന്നും പുറപ്പെട്ടു തുടങ്ങി. ഒരു 5.5-6 മണിക്കൂറത്തെ ട്രെയിൻ യാത്രയ്ക്കൊടുവിൽ ഞാൻ വർക്കല റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും ഇനി ബസ്സിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ നിന്നും ബസ് കയറി വർക്കല ക്ഷേത്രം സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത്. ഞാനിപ്പോൾ വർക്കല ക്ഷേത്രം സ്റ്റോപ്പിൽ ഇറങ്ങി. ഇവിടെ നിന്നും ഒരു 10-15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ബീച്ചിൽ എത്തിച്ചേരാവുന്നതാണ്. ഈ കാണുന്നതാണ് ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ സമീപമായി തന്നെ ഒരു വലിയ കുളവും കാണാവുന്നതാണ്. ഞാനിപ്പോൾ ക്ഷേത്രത്തിന്റെ സമീപത്തു നിന്നും നടന്ന് വർക്കല ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം വൈകുന്നേരം 5:45-6 മണി അടുപ്പിച്ചാകാറായി. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കുന്ന സമയമാണ്. ഇടദിവസമായതിനാലാണ് തോന്നുന്നു ബീച്ചിൽ അധികം തിരക്കില്ല. ഈ സൂര്യൻ അസ്തമിക്കുന്ന സമയമായതിനാൽ ആകാശവും കടലും ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് കാലൊന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചു. തുടയ്ക്കാനുള്ള തോർത്തോ മാറാനുള്ള ഡ്രസ്സോ ഒന്നും തന്നെ കയ്യിൽ ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ കടലിൽ ഇറങ്ങി കുളിക്കാൻ മുതിരുന്നില്ല. ഒരു 1/4 മണിക്കൂർ നേരം ബീച്ചിന്റെ സൈഡിൽ സമയം ചിലവഴിച്ചതിന് ശേഷം ഞാൻ ക്ലിഫിന്റെ മുകളിലേക്ക് കയറുകയാണ്. ഈ പടിക്കെട്ട് കയറിയാണ് ക്ലിഫിലേക്ക് പോകേണ്ടത്. സമയം ഇപ്പോൾ 7 മണിയായി. നേരം ഇരുട്ടി തുടങ്ങി. അങ്ങനെ പടിക്കെട്ട് കയറി ഞാൻ ക്ലിഫിന്റെ സമീപത്തെത്തിയിരിക്കുകയാണ്. ഈ കാണുന്നത് വാക്ക്വേയുടെ സൈഡിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റിൽ ഒരു ചങ്ങാതി ഗിറ്റാർ വായിച്ചുകൊണ്ട് പാട്ട് പാടുകയാണ്. ഞാൻ പുള്ളിക്കാരൻ്റെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അവിടെ തന്നെ കുറച്ചു നേരം അങ്ങനെ നിന്നു. കക്ഷി എന്തായാലും നല്ല മനോഹരമായി തന്നെ പാടുന്നുണ്ട്. ആള് അടുത്ത പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ട്.
ഇത് ഒരു തമിഴ് ഗാനത്തിന്റെ ഹിന്ദി വെർഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്നും വാക്ക് വേയിലേക്ക് മുന്നോട്ട് നടന്നപ്പോൾ സമീപത്തായി ഒരു മീൻ തട്ട് കാണാൻ സാധിച്ചു. ഇവിടെ നിന്നും മീൻ വാങ്ങി റെസ്റ്റോറൻറ്റിൽ കൊടുത്ത് കുക്ക് ചെയ്ത് കഴിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഈ ക്ലിഫിൻ്റെ സൈഡ് മുഴുവൻ ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റും കരകൗശല വസ്തുക്കൾ വിൽക്കുന്ന ചെറിയ കടകളും മസാജിങ് സെൻറ്റേഴ്സും ഒക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഭാഗത്തായി വോക്ക് വേയുടെ കൈവരികൾ പൊളിഞ്ഞതായി കാണുന്നുണ്ട്. ഇവിടെയുള്ള ഹോട്ടലുകളിലെല്ലാം ഭക്ഷണത്തിന് ടൗണിലെ അപേക്ഷിച്ച് വളരെ റേറ്റ് കൂടുതലായിരിക്കും. കയ്യിൽ വേണ്ടത്ര ഫണ്ടില്ലാത്തതിനാൽ ഞാൻ ഇവിടേക്കൊന്നും കയറുന്നില്ല. ഒരു വശത്ത് റെസ്റ്റോറൻറ്റുകളിൽ ക്രമീകരിച്ചിരിക്കുന്ന ലൈറ്റുകളുടെ ഭംഗിയും മറുവശത്ത് തിരമാലകളുടെ ശബ്ദവും ആസ്വദിച്ചുകൊണ്ട് ഞാൻ വാക്ക് വേയിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. ഇപ്പോൾ എത്തി നിൽക്കുന്നത് കഫേ ഇറ്റാലിനോ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ പലതരത്തിലുള്ള കടൽ മത്സ്യങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. നമ്മൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവ അവർ വെട്ടി ക്ലീനാക്കി വറുത്തോ കറി വെച്ചോ ഒക്കെ തയ്യാറാക്കി തരും. വിശന്ന് തുടങ്ങിയപ്പോൾ സമീപത്തുള്ള മറ്റൊരു ചെറിയ ഹോട്ടലിൽ കയറി ഞാൻ ഒരു ബിരിയാണി ഓർഡർ ചെയ്തു. റെസ്റ്റോറൻറ്റിൻ്റെ മെനു കാർഡിൽ കണ്ട സീ ഫുഡ് ബിരിയാണി ആണ് ഞാൻ ഓർഡർ ചെയ്തത്. സീ ഫുഡ് ബിരിയാണി എന്ന് പറഞ്ഞിട്ട് അവർ ഇതിൽ കുറച്ച് ചെമ്മീനും അതുപോലെ തന്നെ കൂന്തൽ എന്ന് പറയുന്ന മത്സ്യവുമാണ് ചേർത്തിട്ടുള്ളത്. ഫുഡ് അത്ര ടേസ്റ്റി ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഈ ബിരിയാണിയുടെ റേറ്റ് 350 രൂപയാണ്. ടൗണിലുള്ള മറ്റ് ഹോട്ടലുകളിൽ ഈ പ്രൈസിന് 2 or 3 ചിക്കൻ ബിരിയാണി കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ വാങ്ങിച്ച ഫുഡ് ടേസ്റ്റ് കുറവായിരുന്നിട്ടും ഒട്ടും വേസ്റ്റാകാതെ തന്നെ ഞാൻ കഴിച്ചു തീർത്തു. ഫുഡ് കഴിച്ച് വാക്ക് വേയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ മറ്റൊരു കഫേയിൽ കുറച്ച് പേർ പാട്ട് പാടി സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ കുറച്ചു നേരം അവരുടെ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അവിടെ ഇരുന്നു. ഈ കഫേയുടെ സൈഡ് മൊത്തം ഓപ്പൺ ആയതിനാൽ കടലിൽ നിന്നും വീശുന്ന കാറ്റ് നല്ലതുപോലെ ഇവിടെ ഇരിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട്. കുറച്ചു നേരം അവരുടെ ഈ പാട്ടൊക്കെ കേട്ടിരുന്നതിന് ശേഷം അവിടെ നിന്നും ഇറങ്ങി ഞാൻ വാക്ക് വേയിലൂടെ മുന്നോട്ട് നടന്നു. അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഒരു മെഡിറ്റേഷൻ സെൻറ്റർ ഞാൻ കാണുന്നുണ്ട്. ഇവിടങ്ങളിൽ കൂടുതലും ഇതേപോലുള്ള മെഡിറ്റേഷൻ സെൻറ്റേഴ്സും റിസോർട്ടും അതുപോലെ തന്നെ മസാജിങ് സെൻറ്റേഴ്സ്, ടാറ്റു സ്റ്റുഡിയോസ്, അതുപോലെ തന്നെ ആൻറ്റിക് ഐറ്റംസ് വിൽക്കുന്ന ചെറിയ ഷോപ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഭാഗത്തേക്ക് എത്തുമ്പോൾ വാക്ക് വേ വല്ലാണ്ട് ചെറുതായി വീതി കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ഈ സൈഡ് കണ്ടാൽ അറിയാം മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരിക്കുകയാണ്. ഞാൻ ഈ നടന്നു പോകുന്ന ഭാഗമെല്ലാം എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു പോകാം. അങ്ങനെ വാക്ക് വേയിലൂടെ നടന്ന് ഞാൻ അപ്പുറത്തുള്ള ബ്ലാക്ക് സാൻഡ് ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബീച്ചിലിരുന്നുകൊണ്ട് പിന്നിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റോറൻ്റൊക്കെ ഇങ്ങനെ കാണാൻ സാധിക്കും മുകൾ ഭാഗത്തായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ കുറച്ച് നേരം അങ്ങനെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു 2 ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്താലേ ഇത് മൊത്തം കണ്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഞാനിപ്പോൾ എത്തിയത് കുറച്ച് വൈകിപ്പോയി. ഇവിടങ്ങളിൽ റൂമുകൾക്കൊക്കെ നല്ല റെൻ്റ് ആയതിനാൽ ഞാൻ റൂമൊന്നും ബുക്ക് ചെയ്യാൻ നിന്നില്ല. കുറച്ചു നേരം ഈ ബീച്ചിൽ കാറ്റ് കൊണ്ടിരുന്നതിന് ശേഷം തിരികെ വാക്ക് വേയിലേക്ക് പോയി അവിടെ ക്ലോസ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റിൽ കണ്ട് ബെഞ്ചിൽ കിടന്ന് ഞാൻ ഉറങ്ങി.